ADGP MR അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണ ഉത്തരവ് വൈകും. നടപടി വേണമെന്നാവശ്യപ്പെട്ട് ADGPക്കെതിരെ കടുത്ത വിമർശനമുന്നയിച്ച CPIയുടെ കാത്തിരിപ്പ് നീളും. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണത്തിന്റെ ഉത്തരവ് ഇതുവരെ DGP ദർവേഷ് സാഹിബിന് കൈമാറിയിട്ടില്ല. ഇക്കാര്യത്തിൽ CPIയുടെ നിരന്തരമായ ആവശ്യം മുഖ്യമന്ത്രി കാര്യമായി എടുത്തിട്ടില്ല. ഇവരുമായി പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണം വൈകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CPIയുടെ നിരന്തരമായ സമ്മർദ്ദത്തെ പോലും മുഖ്യമന്ത്രി അവഗണിക്കുന്നുണ്ട്. ബോധപൂർവം ഈ സമയം ദീർഘിപ്പിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാനല്ലേ? അത്തരത്തിലുള്ള വിമർശനങ്ങൾ തന്നെയാണോ ശക്തമാകുന്നത്? ഈ ADGP MR അജിത് കുമാറിനെതിരായ വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും ഒക്കെ വന്നതിന് പിന്നാലെയാണ് അദ്ദേഹത്തിനെതിരെ ഒരു വിജിലൻസ് അന്വേഷണത്തിലുള്ള ശുപാർശ കൂടി വന്നത്. പ്രത്യേകിച്ച് PV അൻവർ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളിൽ കവടിയാറിലെ അദ്ദേഹത്തിൻ്റെ വീട് നിർമ്മാണം, ബന്ധുക്കളുടെ പേരിൽ അനധികൃതമായ സ്വത്ത് സമ്പാദനം, ഒപ്പം കേസുകളിലും മറ്റുമൊക്കെ രക്ഷിച്ചു കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് പണം വാങ്ങുന്നത് തുടങ്ങിയിട്ടുള്ള വിവിധ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നപ്പോൾ ഈ ആരോപണങ്ങളിലൊക്കെ കൃത്യമായ പരിശോധന നടക്കുന്നതിനാണ് ഒരു വിജിലൻസ് അന്വേഷണം എന്നുള്ളൊരു ശുപാർശ വന്നതും. അതോടൊപ്പം തന്നെയാണ് MR അജിത് കുമാറിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളിൽ കൃത്യമായ അന്വേഷണങ്ങൾ നടക്കുമെന്നും മുഖ്യമന്ത്രി CPIക്ക് അടക്കം ഉറപ്പ് നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച ശുപാർശകൾ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് കൃത്യമായ നടപടി സ്വീകരിക്കുന്നതിൽ നിന്ന് മുഖ്യമന്ത്രി പിന്നോട്ട് പോകുന്നു ADGPക്കെതിരെ എന്നുള്ളതാണ് ഈ പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ DGP നൽകിയ ശുപാർശയാണെങ്കിലും ശരി, മറ്റ് കോണുകളിൽ നിന്ന് വരുന്ന പരാതികളും ADGPക്കെതിരെ അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമൊക്കെ മുഖ്യമന്ത്രി പലപ്പോഴായി കേട്ടതാണ്. മുഖ്യമന്ത്രിയുടെ മുന്നിൽ CPI ഇടതുമുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPI അടക്കം ഈ ആവശ്യം മുന്നോട്ട് വെച്ചതാണ്. CPIയുടെ എക്സിക്യൂട്ടീവിൻ്റെ ഒരു തീരുമാനം എന്ന നിലയിൽ പോലും ഇത്തരമൊരു ആവശ്യം മുന്നോട്ട് വന്നതാണ്. പക്ഷേ ഈ നിമിഷം ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ വിഷയത്തിൽ ഒരു കൃത്യമായ വിജിലൻസ് അന്വേഷണം നടത്തുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഈ പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത്. ഇതിനുള്ള ശുപാർശ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഉറങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. KP.